ഫുഡ് പുറത്ത് പോയാലേ? അങ്ങനെ രാത്രി സമയം വണ്ടിയൊക്കെ എടുത്തിട്ട് നമ്മൾ രണ്ടാളും ഇത് എങ്ങോട്ടേക്കാണ് പോകുന്നതെന്നല്ലേ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ സ്കൂട്ടിയിലൊക്കെ പോകണമെന്നായിരുന്നു ആഗ്രഹം, പക്ഷെ മഴ ചതിച്ചു. അതുകൊണ്ട് നേരെ കാർ എടുത്തിട്ട് നമ്മളൊന്ന് പുറത്ത് പോയിട്ട് വരാമെന്ന് കരുതി. മോളെ കൂട്ടിയിട്ടില്ല, കാരണം നമ്മൾ രാത്രിയാണല്ലോ പോകുന്നത്. അപ്പം മോള് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. മോളുടെ അച്ഛമ്മേൻ്റെ അടുത്ത് ഏൽപ്പിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മൾ പോയത് വേറെ എവിടേക്കും അല്ല, ഒന്ന് സൂപ്പർ മാർക്കറ്റിൽ പോയതാണ്. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടുണ്ടെങ്കിലും ആരും മൈൻഡ് ആക്കണ്ട, രാത്രി ആയതുകൊണ്ടും വീടിൻ്റെ അടുത്തുള്ളൊരു കടയായതുകൊണ്ടുമാണ് ഞാൻ അങ്ങനെ വീട്ടിലിരുന്ന കോലത്തിൽ ഇറങ്ങുവാണ് ചെയ്തത്. കാരണം വേഗം പോയിട്ട് മോൾ അഥവാ എണീറ്റിട്ടുണ്ടെങ്കിൽ അതിന് മുന്നേ വരാൻ വേണ്ടിയിട്ടാണ് വേഗം ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ അവിടുന്ന് സാധനങ്ങളൊക്കെ കുറച്ച് നോക്കുന്ന സമയത്ത് ഏട്ടൻ ഇങ്ങനെ കുറച്ച് ബിസ്ക്കറ്റിൻ്റെ ഇടയ്ക്കെല്ലാം തിരിഞ്ഞ് കളിക്കുന്നുണ്ടായിരുന്നു. അപ്പം തന്നെ എനിക്ക് മനസ്സിലായി എന്തിനാണ് ആ പോക്ക് എന്നുള്ളത്. അപ്പം ഞാൻ നേരെ പോയിട്ട് ഇതാണ് ആൾക്ക് വേണ്ടത്, ഓറിയോ ബിസ്ക്കറ്റ്. എവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും ഈ ഒരു ഓറിയോ ബിസ്ക്കറ്റ് നിർബന്ധമായിട്ട് എടുത്തിരിക്കുക. അപ്പം ഞാനത് സർപ്രൈസ് ആയിട്ട് എടുത്ത് കൊടുത്തു. അങ്ങനെ ഒരു ഓറിയോ ബിസ്ക്കറ്റിൻ്റെ ഫാനാണ് ഇവിടെ നിൽക്കുന്നത്. അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോകാമെന്ന് കരുതി. കാരണം ഞാൻ പറഞ്ഞതുപോലെ മോൾ ഉറങ്ങി എണീച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ മോൾക്ക് ഇത്തിരി വാശിയായിരിക്കും. അപ്പം ഞാൻ അടുത്ത് തന്നെ വേണം, അതുകൊണ്ട് നമ്മൾ വീട്ടിലേക്ക് പോകാം, വേറെ എവിടത്തേക്കാണ് പോകണ്ട. ഓൾറെഡി ഒരു 9:45 പിന്നെ നമ്മളിതാ ഡ്രൈവ് ചെയ്ത് വീട്ടിലേക്ക് പോകുന്ന സമയത്താണ് നമുക്ക് തോന്നിയത്, പൂതപ്പാറ നിങ്ങൾ ഇൻസ്റ്റയിലൊക്കെ കണ്ടിട്ടുണ്ടാകും, പൂതപ്പാറയിലെ ഫേമസ് ആയിട്ടുള്ള ഷേക്കും കോക്ടെയിലും, അവിടത്തേക്ക് പോയി വീട്ടിലേക്ക് നമുക്ക് പാർസൽ കോക്ടെയിൽ വാങ്ങിക്കാമെന്ന് കരുതിയിട്ട്. പക്ഷെ നമ്മുടെ നിർഭാഗ്യം എന്ന് പറയട്ടെ, അവിടെ കടയൊക്കെ ക്ലോസ് ചെയ്തിട്ട് അവരെല്ലാം വൃത്തിയാക്കി വെക്കുന്നതായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സങ്കടത്തിൽ ഇനിയിപ്പോൾ വേറൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോവുകയെന്ന്. അപ്പോൾ പോകുന്ന വഴിക്ക് ഞാൻ കുറേ ആയി ഇങ്ങനെ രാത്രി ഈ ഒരു സമയത്തൊക്കെ പുറത്തിറങ്ങിയിട്ട്. മുന്നേ അങ്ങനെ നമ്മൾ ഫിലിമിനൊക്കെ പോകുന്നതും വരുന്നതൊക്കെ അധികം ഈ ഒരു സമയത്ത് തന്നെയാണ്. പക്ഷെ ഇപ്പം കുറേ കാലമായി മോക്ക് ഈ ഒരു സമയത്ത് ചിലപ്പോൾ മഴയൊക്കെ അല്ലേ, കാലാവസ്ഥ പറ്റില്ല, പിന്നെ മോൾ ഉറങ്ങുന്ന ടൈമാണെങ്കിൽ കൂട്ടിയിട്ട് വരാൻ പറ്റില്ല. അതുകൊണ്ടൊക്കെ ഈ ഒരു ടൈമിൽ ഞാൻ പുറത്തിറങ്ങിയിട്ട് കുറേ ആയി. അപ്പോൾ ഈ ഒരു സമയം ഞാനിതാ പാട്ടൊക്കെ വെച്ച് എൻജോയ് ചെയ്തിട്ട് വരുവാണ് ചെയ്യുന്നത്. അപ്പോൾ ചെറിയൊരു മഴ പെയ്ത് തോർന്ന സമയത്ത് ഇങ്ങനെ പുറത്തൊക്കെ നൈറ്റ് പോകാൻ വേണ്ടിയിട്ട് നല്ല രസമല്ലേ. അപ്പോൾ നമ്മൾ നേരെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ ആദ്യം പോയി നോക്കിയത് മോളെന്താ ചെയ്യുന്നതെന്നാണ്. മോള് ഉറക്കാണ്, ഇടയ്ക്ക് എണീച്ച് ചെറിയ വാശി ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് ബൈ.